ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ തസ്നീവാനു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കക്കാടംപൊയിൽ പോയൊരു വീഡിയോ കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഫാമിലിയിൽ നിന്നാണ് പോയത്. കൊണ്ടുപോകാൻ വണ്ടിയും കൊണ്ടുപോകാൻ ആളുണ്ടെങ്കിൽ എവിടുന്ന് പോയാലും എന്തായാലേ നല്ല വൈബായിട്ട് പോയി വന്നിട്ട് ഞങ്ങൾ ജീപ്പിലാണ് പോയത്. ജീപ്പിൽ പോകാനാണ് വിചാരിച്ചത്. പക്ഷേ ആൾക്കാർ കൂടിയത് കാരണം തിങ്ങി നിറഞ്ഞ് പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കക്കാടംപൊയിലെ കയറ്റി ഇറക്കമൊക്കെ ഉണ്ടാവും. വെറുതെ ഒരു അപകടം നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേറെ ഒരു അമ്മോനും കൂടെ കൂടിയിട്ടുണ്ടായി. അമ്മോനും അമ്മാവൻ്റെ പെണ്ണുങ്ങളും അതിൽ കുറച്ച് കുട്ടികളുമായിട്ട് അങ്ങനെ ഒരു ജീപ്പ് ഒരു കാർ അങ്ങനെയാണ് പോയത്. എൻ്റെ വീടിൻ്റെ അടുത്തൂടെ പോയതുകൊണ്ട് എൻ്റെ ചെറിയ കുട്ടിനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് അങ്ങനെയാണ് എൻ്റെ ഐഡിയ. അങ്ങനെ ഞങ്ങൾ കക്കാടംപൊയിൽ എത്തി. ഗോൾഡൻ റോക്സ് റിസോർട്ട് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. കക്കാടംപൊയിലേക്ക് 2 വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ആദ്യമായിട്ടാണ്. കുറേ റിസോർട്ടൊക്കെ കണ്ടു. റിസോർട്ടിൻ്റെ മുന്നിൽ കുറേ റംബൂട്ടാൻ്റെ സീസണല്ലേ, നിറച്ചുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങി പറിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വെറുതെ നാണം കേട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണ് മുറുക്കി ചിമ്പിയാണ് പോകുന്നുട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ആകെ ഒരു സ്ഥലത്തേക്ക് തന്നെ പോയിട്ടുള്ളൂ കേട്ടോ. കാരണം കുറേ കറങ്ങാൻ ടൈമില്ല. ഞങ്ങൾ പോയത് തന്നെ 4 മണി കഴിഞ്ഞാലേ പോയത്. അവിടെ എത്തിയപ്പോൾ കറക്റ്റ് 6 മണിയാണ്. പിന്നെ ഈ കാണുന്ന ഒരു പ്ലേസൊക്കെ മാത്രമേ ഞങ്ങൾ പോയത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കുട്ടികളൊക്കെ നുള്ളി പെറുക്കി ഞങ്ങളിങ്ങനെ നടന്നിട്ടോ. അവിടെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. കുളം കണ്ടു. പിന്നെ അങ്ങനെ നടക്കുക കയറുക പറഞ്ഞാൽ കയറ്റം കൊണ്ട് കയറ്റം. കുറേ നടക്കും, കുറേ ഇരിക്കും. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഗായ്സ്, കാറ്റ് എന്ന് പറഞ്ഞാൽ പേരിച്ചാതി കാറ്റ്. നല്ല തണുത്ത സുഖമുള്ളൊരു കാറ്റ് കേട്ടോ. തണുത്ത് വറക്കണ കാറ്റൊന്നുമല്ല, പക്ഷെ നല്ല സുഖമുള്ളൊരു കാറ്റ് കേട്ടോ. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടോ. വർത്താനൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഒരു രസമായിട്ട് എന്താ പറയുക. ഞാൻ തന്നെ തോന്നണം അതിലുള്ളൊരു മര്യോള് തോന്നുന്നുണ്ട്. ബാക്കിയൊക്കെ മക്കൾസല്ലേ, പക്ഷെ ഒക്കെ ഒരേ വൈബായതുകൊണ്ട് ആ ഒരു വേർതിരിവ് ആരും കാണിച്ചില്ല. ഏതായാലും കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി നാച്ചുറിൻ്റെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിട്ട് ഞങ്ങൾ ഒക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, കാറ്റിങ്ങൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതൊരു കാറ്റാണെന്നല്ലേ. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കാരണം ഞങ്ങൾ 6 മണിക്കല്ല അവിടെ എത്തുന്നത്. ഇനി ഒരു മണിക്കൂർ അവിടെ ഇങ്ങനെ നടന്ന് കണ്ടു. നൈറ്റായപ്പം ഫുൾ ലൈറ്റും കാര്യങ്ങളും താഴത്തെത്തത് മുകളിൽ നിന്ന് ഇങ്ങനെ കാണട്ടെ ഞങ്ങൾ. പിന്നെ മഴ പെയ്തില്ല, അതാണ് ഞങ്ങൾക്ക് ആകലൊരു സങ്കടം. ഞങ്ങൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ടായി മഴ പെയ്യും വിചാരിച്ചിട്ട്. പക്ഷേ കാറ്റ് എന്ന് പറഞ്ഞാൽ പെരുങ്കാറ്റ്. പക്ഷേ മഴ പെയ്തില്ല ഗൈസ്. മഴ ഞങ്ങൾ ചതിച്ചു. പിന്നെ ഈ ഒരു ഡുണ്ടുമണി ഞങ്ങൾ പോന്നീന് കേട്ടോ. ഓനെ എവിടെ ആക്കി പോരാൻ പറ്റില്ല. കാരണം ഓൻ്റെ ഉമ്മാനെ കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിക്കും ഗൈസ്. പിന്നെ ഓൻ്റെ പെരയിലൊക്കെ പോകുന്നു ചെയ്തിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസ് എടുത്തു. റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ്. അതിൻ്റെ ഇടയ്ക്കൊരു എന്താ പറയുക കൊടംപുളിൻ്റെ മരം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു കൊടംപുളിയൊക്കെ എടുത്ത് അത് പറയുമ്പോൾ തന്നെ തൊള്ള വെള്ളം വരും. അതൊക്കെ അടിച്ച് പൊട്ടിച്ച് ഗൈസ്. അതിൻ്റെ ഉള്ളിലത്തെ മധുര വിചാരിച്ച് തിന്നാനേ. പക്ഷെ നല്ല മധുരം ഒന്നുമല്ല, പുളിയും. തിന്ന് കഴിഞ്ഞപ്പോൾ പെരും കയ്പും. പിന്നെ അറിയാത്തവർക്ക് കുറച്ച് കൊടുത്ത് പൊളിച്ചിട്ടേ. അപ്പോൾ അറിയണോല് പറഞ്ഞിട്ട് വേണ്ട, അത് പല്ല് മഞ്ഞ കളറാവും എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ഞങ്ങൾ ഒഴിവാക്കി. പിന്നെ എന്നെ റീൽസ് എടുക്കൽ ഇതൊക്കെ ഓരോരുത്തരിൽ ഇങ്ങനെ സ്റ്റോറിയും പോസ്റ്റൊക്കെ ഇങ്ങനെ ഇടാനല്ലേ. അങ്ങനെ എടുക്കൽ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അയക്കണം അവിടെ നിന്ന് ഇറങ്ങി വന്ന് നേരെ ചാടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ ചാടിച്ചാൻ വേണ്ടി പോയപ്പോൾ അതൊക്കെ എടുക്കണം. ഇവിടെ സാൻഡ്വിച്ച്, ബർഗർ, പിസ്സ അങ്ങനത്തതുള്ളൂ എന്ന്. അത് ഈ കാണുന്ന ജനസംഖ്യക്കൊക്കെ ഒപ്പിച്ചാൽ കിട്ടുമോ? ഒപ്പിച്ചല്ലായിട്ടല്ല, ഇതിനൊക്കെ കായ് മുടക്കല്ലേ. അപ്പം ഞങ്ങളവിടുന്ന് നേരെ വിട്ടു. ഒന്നും കഴിച്ചില്ല. നേരെ പോയി ഇതിൻ്റെ വീട്ടിൽ എൻ്റെ ചിണങ്ങാമണീനെ എടുക്കാണ്ടല്ലോ വീട്ടിൽ നിന്ന്. അപ്പം ഞങ്ങളോട് നേരത്തെ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ടായി. ഇനി ബിരിയാണി ഫുഡ് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ അവിടെ പോയി റെസ്റ്റ് എടുത്തു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അവിടെ പൂവിമ്മച്ചില്ലേന് കേട്ടോ. പൂവിൻ ചെറിയ മുമ്മാളൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ ഗൈസ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഞാൻ ഇടാം. ഓക്കെ, ബൈ.